മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. ഒന്ന്, സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത്. കൂടുള്ള കിളിയായിരിക്കും. അവനെ എവിടെയെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവനെവിടെയെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്, അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2, സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങള്, അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സിലിബസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സ്വാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവനെ കാഫിറാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ചുരുക്കം. 3, സേഫ് ചിൽഡ്രൻ. അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടെടുത്തെല്ലാം മക്കളെ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ലാത്ത പോയില്ലേ? ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം എന്നാണ്